കണ്ണൂരിന്റെ ഹൃദയഭാഗമായ ടൗണിലെ ഇന്റർലോക്ക് ചെയ്ത റോഡ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അപകടം പതിവായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. അർച്ചന രവീന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. സുജിയ, കേരളത്തിൽ എത്ര വികസനമുണ്ട് എന്ന് പറഞ്ഞാലും റോഡുകളുടെ വികസനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? എന്നാൽ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ നഗരത്തിലെ ഈ ഒരു റോഡിലാണ്. ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നു. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇന്റർലോക്ക് ചെയ്ത ഒരു റോഡാണിത്. ഇതിന് മുന്നേ ടാർ ചെയ്ത സ്ഥലമായിരുന്നു. തുടർന്ന് ഒരുപാട് കുഴിയും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഇന്റർലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമായി മാറുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു 4-5 മാസത്തോളമായി ഇപ്പോൾ ഇതെല്ലാം ഇന്റർലോക്ക് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊരു സാഹചര്യമാണ്. നമ്മൾ ദൃശ്യങ്ങൾ വ്യക്തമായി തന്നെ കാണുന്നു. നിങ്ങൾ അധികാരികൾക്കൊന്നും പരാതിയൊന്നും നൽകിയില്ല? പരാതി അവരെന്നെ ഇതിലൂടെ പോകുന്നുണ്ട്. നമ്മളെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതിലൂടെ വാഹനം എടുത്ത് പോകുന്നതാണ്. അപ്പോൾ ഇതിപ്പം ഇന്റർലോക്ക് ചെയ്തിട്ട് തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ ഇതിപ്പം പൊളിച്ച രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തോ ഒരു പൈപ്പിടൽ നടന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ചെറു വാഹനങ്ങൾ, ബൈക്കുകളെല്ലാം വീണിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഓടുന്ന സമയത്ത് ഭയങ്കര പേടിയായിരിക്കും. നമുക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് ഏറ്റവും തിരക്ക് പിടിച്ച റോഡുമാണ്. നമുക്ക് ഇത് സ്ഥിരമായ രീതിയിൽ പോകുമ്പോൾ വർക്ക്ഷോപ്പ് കൊടുക്കാനേ ഉണ്ടാവും. ഒന്നുമില്ല, ബാക്കിയൊന്നും വരുന്നില്ല. ഈ ഇന്റർലോക്ക് ചെയ്ത് ഒരു വർഷം കണ്ടായിട്ടുള്ളൂ. ഇന്ന് കണ്ണൂർ ടൗണിൻ്റെ അകത്ത്, മാർക്കറ്റിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാർ ചെയ്ത റോഡിനേക്കാൾ അവസ്ഥ മോശമാണ് ഇന്റർലോക്ക് ചെയ്തത്. സാധാരണ ടാർ റോഡിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇന്റർലോക്ക് ചെയ്യുന്നത്. ആ ഇന്റർലോക്ക് ചെയ്യുന്നത് പോലും വളരെ അശാസ്ത്രീയമാണ്. ഒരു നഗരത്തിന് അപമാനകരമായ വിധത്തിൽ റോഡിന് നടുക്കുള്ള മാൻഹോൾ വേറെ പൊങ്ങി നിൽക്കുക, ഇവിടെ പാച്ച് വർക്ക് അല്ലെങ്കിൽ വേറെ വർക്കാന്നല്ല, ഒന്നുകിൽ റോഡ് ലെവലിൽ താഴ്ത്തും അല്ലെങ്കിൽ റോഡ് ലെവലിൽ നിന്ന് മേലെ പൊക്കി വെക്കുക. കണ്ണൂർ ടൗണിൽ വന്നിട്ട് ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇത് റോഡ് പണിക്ക് മേൽനോട്ടം വഹിക്കുന്ന ആള് ഒന്ന് ബൈക്കിലല്ല നടന്ന് വന്നിട്ട് ഈ ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തെ മാൻഹോളുകൾ, വാട്ടർ അതോറിറ്റിയുടെ മാൻഹോളുകൾ നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കുക. ലജ്ജിക്കണം, നിങ്ങളൊക്കെ ലജ്ജിക്കണം. അത് തന്നെയാണ് ഇന്റർലോക്ക് ചെയ്തതിലുള്ള അശാസ്ത്രീയത തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കമുള്ള അല്ലെങ്കിൽ വാഹനത്തിലുള്ള ആളുകളടക്കമുള്ള ആളുകൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അധികാരികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തുകൂടെ പോകുന്ന ആളുകൾക്ക് എല്ലാം ഒരു ആശ്വാസകരമായിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അജയ്ക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ, കണ്ണൂർ.